അങ്ങനെ വയറ് നിറയെ ചായയും സ്നാക്സൊക്കെ കഴിച്ച് സമാധാനമായിട്ട് ബീച്ചിലിരുന്ന് കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൂസിനെ ഇവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഇറക്കാനാണ് പ്ലാന്. ഇല്ലെങ്കിൽ ഡ്രസ്സൊക്കെ നനഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായാലോ അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇവിടുന്ന് ഞാനും സോണിയും കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. പിന്നെ സാധാരണ നമ്മൾ SM വന്നിട്ടാണ് ബീച്ചിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ആ ഒരു വെയിലൊക്കെ കൊണ്ട് ഭയങ്കര ടയേർഡാവും. ബീച്ചിൽ വരുമ്പോഴേക്ക് പാർക്കിങ്ങിനൊന്നും കിട്ടാതെ ആകെ മൂഡ് മാറും കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ SM പോകാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു ദിവസമായിട്ടാണെന്ന് ഫീൽ ചെയ്തത് കേട്ടോ. കാരണം കാലാവസ്ഥ നമുക്ക് അനുകൂലമായിരുന്നു. പിന്നെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇന്ന് ഞങ്ങൾ ഡോൾഫിൻ ഇങ്ങനെ ചാടുന്നത് കണ്ടു. അതിനെന്തെങ്കിലും പേര് പറയുമെന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക, ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നല്ലൊരു രസമായിട്ട് തോന്നി. ആദ്യം സോണിയാണ് കണ്ടത്. സോണി പറഞ്ഞപ്പോഴും ഞങ്ങൾ വെറുതെ സോണീനെ കളിയാക്കിട്ടോ, ഈ വെറുതെ പറയണമൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ ഞങ്ങളൊക്കെ അത് കണ്ടു കേട്ടോ. അങ്ങനെ അപ്പൂസും നല്ല കുട്ടിയായിട്ട് ഇവിടെ ഞങ്ങൾ പരമാവധി നല്ല രീതിക്ക് തന്നെ സമയം സ്പെൻഡ് ചെയ്ത് പോരുന്ന സമയത്ത് അപ്പൂസിന് ബലൂൺ വേണം പറഞ്ഞപ്പോൾ ഒരു ബലൂണൊക്കെ വാങ്ങിച്ചിട്ടോ. അത് അവിടെ നിന്ന് പോന്നപ്പോഴേക്കേ തീരുമാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൂസ് ഓടൊന്നും ചെയ്യാതെ നല്ല കുട്ടിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ പാൻറ്റൊക്കെ അഴിച്ച് മാറ്റി കൊടുത്തു കേട്ടോ. ഡയപ്പറിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വണ്ടി പോയിട്ട് ആ ഡ്രസ്സ് മാറ്റി കൊടുക്കണം എന്നുള്ളതായിരുന്നു. പോകുന്ന സമയത്ത് അവൻ്റെ അടുത്ത് ഒരു ഡോൾഫിന് വാങ്ങിത്തരാമെന്ന് ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഡോൾഫിനെ വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഇനി വണ്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു. പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ. കാരണം ആ ഒരു ഡയപ്പറും അവന് ഇറിറ്റേഷൻ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ചെറിയൊരു ഫെസ്റ്റിവൽ മോഡാണ് കേട്ടോ. കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊന്നും ഞങ്ങൾ കയറിയില്ല. കാരണം ആദ്യം പോയിട്ട് ഇനി ഡ്രസ്സ് മാറ്റണം. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റിലുണ്ടായിരുന്ന ഷോപ്പിൽ പോയിട്ട് കുറച്ച് ഉപ്പിലിട്ടതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാലിക്കറ്റ് വരുമ്പോൾ ഇതൊക്കെ മസ്റ്റാണല്ലേ. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഏജിൻ്റെ ഇതുകൊണ്ടാണ് എന്താ അറിയില്ല, എനിക്ക് ഈ ഉപ്പിലിട്ടതിനോടൊക്കെ ഉള്ള ക്രേസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ സോണിയൊക്കെ അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. സത്യം പറഞ്ഞാൽ അത് ഏജിൻ്റെ ഒരു ഇതായിരിക്കാം മേ ബി. അങ്ങനെ ഇക്കയും സോണി അത് കഴിച്ചിട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടുത്തെ ചായയും അതിലുള്ള ആ സ്നാക്സൊക്കെ ആയിരുന്നു വേണ്ടിയിരുന്നത്. അത് ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൂസിന് ഇത് വേണം പറഞ്ഞിങ്ങനെ അവന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ വീട്ടിൽ പോയാലും അവന് ഫുഡൊന്നും കഴിക്കലുണ്ടാവില്ല. അപ്പോൾ അവന് ഫ്രൂട്ട്സ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ഇരുന്നു കേട്ടോ. ഇരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത് ഐസ്ക്രീമിൻ്റെ ഷോപ്പാണ്. അവനത് വേണം പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയ കുട്ടികളല്ലേ. സത്യം പറഞ്ഞാൽ അപ്പൂസ് ഉണ്ടായിട്ട് അവന് പുറത്തുനിന്ന് കഴിക്കുന്ന രണ്ടാമത്തെ ഐസ്ക്രീം ആയിരിക്കും. പൊതുവേ പരമാവധി ഒഴിവാക്കലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നാളെ വീണ്ടും കാണാം.